പത്തനംതിട്ടയിൽ ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിഞ്ഞ 2 കുഞ്ഞുങ്ങളുടെ ജീവൻ നഷ്ടമായ വാർത്ത എല്ലാവരെയും ഏറെ വേദനിപ്പിക്കുന്നതായിരുന്നു. സ്കൂളിൽ നിന്നും മടങ്ങി വരുന്നതിനിടെയാണ് അപ്രതീക്ഷിതമായി ഉണ്ടായ അപകടം ആ കുഞ്ഞുങ്ങളുടെ ജീവൻ കവർന്നെടുത്തത്. അപകടത്തിൽ മരിച്ച 3ാം ക്ലാസ്സുകാരി ആദിലക്ഷ്മിയുടെയും LKG വിദ്യാർത്ഥിയായിരുന്ന യദു കൃഷ്ണന്റെയും സംസ്കാര ചടങ്ങുകൾ ഇന്ന് നടക്കും. ഇരുവരും പഠിച്ച സ്കൂളിൽ മൃതദേഹങ്ങൾ പൊതുദർശനത്തിന് വെച്ചതിന് ശേഷമായിരിക്കും ഉച്ചയോടെ സംസ്കാര ചടങ്ങുകൾ നടക്കുക. ഇന്നലെ വൈകുന്നേരം 4:30 കരിമാൻതോട് ശ്രീനാരായണ സ്കൂളിലെ കുട്ടികളുമായി പോയ ഓട്ടോയാണ് അപകടത്തിൽപ്പെട്ടത്. പാമ്പിനെ കണ്ട് ഓട്ടോറിക്ഷ വെട്ടിച്ചു മാറ്റിയപ്പോൾ അപ്രതീക്ഷിതമായി ഓട്ടോറിക്ഷ തോട്ടിലേക്ക് മറിയുകയായിരുന്നു. ഓട്ടോറിക്ഷയിൽ ഡ്രൈവറെ കൂടാതെ 5 വിദ്യാർത്ഥികളും ഒരു വിദ്യാർത്ഥിയുടെ അമ്മയുമായിരുന്നു ഉണ്ടായിരുന്നത്. അപകടത്തിന് ശേഷം ഓടിക്കൂടിയ നാട്ടുകാർ കിട്ടിയ വാഹനങ്ങളിൽ കുട്ടികളെയും ഡ്രൈവറെയും ആശുപത്രിയിലേക്ക് എത്തിച്ചു. 3ാം ക്ലാസ്സുകാരിയായ ആദിലക്ഷ്മിയെ പത്തനംതിട്ടയിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചെന്ന് സ്ഥിരീകരിച്ചു. എല്ലാവരെയും പുറത്തെടുത്തെന്ന് കരുതി ഒടുവിൽ തിരച്ചിൽ അവസാനിപ്പിച്ച് ഫയർഫോഴ്സ് സംഘം ഉൾപ്പെടെ മടങ്ങി. പക്ഷേ യദു കൃഷ്ണനെ അപ്പോഴും അവർ പുറത്തെടുത്തിരുന്നില്ല. യദു കൃഷ്ണയുടെ അമ്മ ഈ സമയം പത്തനംതിട്ടയിൽ എത്തിയിരുന്നു. എന്നാൽ ആശുപത്രിയിൽ കുട്ടിയെ കണ്ടെത്താനായില്ല. പല ആശുപത്രികളിലേക്ക് കൊണ്ടുപോയതിനാൽ എല്ലായിടത്തും അന്വേഷിച്ചെങ്കിലും വിവരം ലഭിച്ചില്ല. ഇതോടെയാണ് രക്ഷാപ്രവർത്തനം അവസാനിപ്പിച്ചു മടങ്ങിയ അഗ്നിരക്ഷാസേന വീണ്ടും അപകട സ്ഥലത്തെത്തി തിരച്ചിൽ തുടങ്ങിയത്. അപ്പോഴേക്കും വൈകുന്നേരം 7 മണി കഴിഞ്ഞിരുന്നു. 7:30 ഓട്ടോറിക്ഷ മറിഞ്ഞതിന് 15 മീറ്ററോളം മാറി തോട്ടിലെ വെള്ളത്തിനടിയിൽ കല്ലുകൾക്കിടയിലായി യദു കൃഷ്ണയെ കണ്ടെത്തിയത്. ആദിലക്ഷ്മിയുടെ പോസ്റ്റ്മോർട്ടം പത്തനംതിട്ട ജനറൽ ആശുപത്രിയിലും യദു കൃഷ്ണന്റെ പോസ്റ്റ്മോർട്ടം കോന്നി മെഡിക്കൽ കോളേജിലും നടക്കും. ഇതിനുശേഷമായിരിക്കും സ്കൂളിൽ പൊതുദർശനത്തിനായി എത്തിക്കുക. അപകടത്തിൽ പരിക്കേറ്റ ബാക്കിയുള്ള 3 കുട്ടികളുടെ നില തൃപ്തികരമാണെന്നാണ് വിവരം. തലയ്ക്ക് പരിക്കേറ്റ ഡ്രൈവർ രാജേഷ് പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്.